അച്ഛന്മാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മളെ ഡ്രോപ്പിൻ്റെ ലൊക്കേഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരത്തെ ഒരു ലൊക്കേഷൻ നമ്മൾ ഇട്ടായിരുന്നു. അത് നമ്മൾ ഇടയ്ക്ക് ഒരു അപ്ഡേറ്റ് വന്ന സമയത്ത് അവരെല്ലാം റീഫ്രഷ് ചെയ്ത് നമുക്ക് അഡീഷണൽ കുറച്ച് ലൊക്കേഷൻ കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം, ഏതൊക്കെ ലൊക്കേഷനിലാണ് ഡ്രോപ്പ് വീഴുന്നതും എപ്പോഴൊക്കെയാണ് വീഴുന്നത് എല്ലാം നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇത്രയും നാൾ ഡ്രോപ്പ് എടുത്തിട്ട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർ രാവിലെ ഒരു പാറ്റേണിൽ അവരിടും. ഇപ്പോൾ ഫസ്റ്റ് യുസിനിയിൽ യുസിനി ഒരു സ്പോട്ട് മാത്രമേ ഇടുള്ളൂ. അതേപോലെ അർസമാസിൽ 2-3 സ്പോട്ട്, അതേപോലെ തന്നെ മൈനിൻ്റെ ആ ഒരു ഭാഗത്തൊരു സ്പോട്ട്. ഗൈസ് ആ സ്പോട്ടിൽ തന്നെ പിന്നെ റിപ്പീറ്റ് ആയിട്ട് ഇട്ടും. അതിൻ്റെ ഇടയിൽ ഒരു ആഡ് ചെയ്തൊരു സ്പോട്ട് ആഡ് ചെയ്യൂല അവർ. വെച്ചാൽ അവർ രാവിലെ ഇപ്പോൾ ഒരു ദിവസം ഒരു സ്പോട്ടായിരിക്കും, ഈ സ്പോട്ടിൽ മാത്രം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പിറ്റേ ദിവസം ആ സ്പോട്ട് അവർ മാറ്റും. ഗൈസ് അങ്ങനെയാണ് നിൽക്കുന്നത്. ഗൈസ് നമ്മളെ ഒന്നാമത്തെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇവിടെയാണ് ഗൈസ്. ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മളെ ട്രേഡിൻ്റെയും ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഈ ഒരു സൈഡായിട്ട് വരും ഗൈസ്. അപ്പോൾ മാപ്പ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ് രണ്ടാമത്തെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളെ ട്രേഡിൻ്റെ കറക്റ്റ് ഈ ഭാഗത്ത് ഞാൻ എവിടെയാണ് വീണത് അവിടെ വന്ന് നിൽക്കും ഗൈസ്. ഇവിടെയാണ് വീണത്. കറക്റ്റ് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വണ്ടി ഓടിച്ച് പോകാൻ നിങ്ങൾക്ക് ഗ്രാബ് കാണുന്നതാണ്. അപ്പോൾ ഗൈസ് മൂന്നാമത്തെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളെ യുസിനിയുടെ ബാക്ക് സൈഡിൽ പിങ്ക് സ്പോട്ട് കാണാം ഗൈസ്. ഇവിടെ കറക്റ്റ് ആണ്ട ഇവിടെ ആയിട്ട് വീഴും. ഇങ്ങനെ ഡ്രോപ്പ് വീഴാൻ ഇവിടെ ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാൻ തന്നെ നിങ്ങൾക്ക് ഗ്രാബ് കാണിക്കുന്നതാണ്. അപ്പം നമുക്കിനി നാലാമത്തെ സ്പോട്ടിലോട്ട് പോവാം. അടുത്ത സ്പോട്ട് ഇതാണ്, നാലാമത്തെ സ്പോട്ട് ഇതാണ്. ഇപ്പോൾ ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മളെ യുസിനിയും അർസമാസിൻ്റെ ബോർഡറിൻ്റെ അവിടെ ഫ്ലവർ ബ്രിഡ്ജാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, മാപ്പ് കാണാൻ തന്നെ അറിയാം. ഫ്ലവർ ബ്രിഡ്ജിൻ്റെ കറക്റ്റ് ഞാൻ അവിടെ നിന്ന സ്ഥലത്താണ് വീഴുന്നത്. അപ്പോൾ നമുക്കിനി അഞ്ചാമത്തെ സ്പോട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് അഞ്ചാമത്തെ സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ ഇവിടെയാണ് ഗൈസ്, യുസിനിയുടെ താഴെ ഗൈസ്. ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് എഴുതി കാണി, കറക്റ്റ് ഇവിടെയാണ് വീഴുന്നത് ഗൈസ്. ഇവിടെ ഒരു പ്രാവശ്യം വീണിട്ടുള്ളൂ ഗൈസ്. ഒരു ദിവസം ഒരു പ്രാവശ്യം വീണിട്ടുള്ളൂ, പിന്നെ വീണിട്ടില്ല ഗൈസ്. ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും വീഴാം. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഞാൻ ഇത് അഞ്ചാമത്തെ സ്പോട്ടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം യുസിനിയിലുള്ള മിക്ക സ്പോട്ടും തീർന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കണ്ടിട്ട് ഞാൻ വീഴുന്ന സ്പോട്ടുകൾ മാത്രമേ കാണിച്ചു തരുള്ളൂ ഗൈസ്. അല്ലാതെ വേറെ സ്പോട്ടൊന്നും ഞാൻ കാണിച്ചു തരില്ല, ആവശ്യമില്ലാത്ത സ്പോട്ടൊന്നും കാണിച്ചു തരില്ല. ഈ സ്പോട്ടെല്ലാം ഞാൻ തന്നെ തേടി കണ്ടുപിടിച്ച്, ഞാനും എൻ്റെ ഫാമിലിയുടെ മെമ്പേഴ്സും എല്ലാവരും കൂടെ തേടി കണ്ടുപിടിച്ചുള്ള സ്പോട്ടുകളാണിത്. അപ്പോൾ ഗൈസ് നമുക്കിനി ആറാമത്തെ സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ ഇതിലൊക്കെ ചില സ്പോട്ടുകൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും ഗൈസ്. ഇതൊക്കെ എല്ലാം കുറച്ച് സ്പോട്ടുകളെല്ലാം ഹൈഡിങ് സ്പോട്ടുകളാണ്. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ ഡ്രോപ്പൊക്കെ വരാൻ ഇങ്ങനെ കറങ്ങി വന്ന് നോക്കി നമ്മൾ കിട്ടണതാണ്. അപ്പോൾ ഗൈസ് ആറാമത്തെ സ്പോട്ട് എന്ന് വെച്ചാൽ കറക്റ്റ് ഇവിടെയാണ് ഗൈസ്. ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ ട്രക്ക് ലോഡ് ചെയ്യൂല ഗൈസ്. ട്രക്ക് ലോഡ് ചെയ്യണതിൻ്റെ ബാക്ക് സൈഡ് കറക്റ്റ് ഗൈസ് ഇവിടെ വന്ന് വീഴും ഗൈസ്. ഇവിടേക്ക് നിങ്ങൾക്കൊന്ന് അറിഞ്ഞുകൂടിയിരിക്കും. അറിയാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം ഗൈസ്. നിങ്ങൾക്ക് ഇതിലൊക്കെ ഏതൊക്കെ സ്പോട്ട് അറിയാമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം ഗൈസ്. കറക്റ്റ് ഇവിടെ ആയിരിക്കും ഗൈസ്. അപ്പം നമുക്ക് ഇനി ഏഴാമത്തെ സ്പോട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പം ഏഴാമത്തെ സ്പോട്ട് വേറെ എവിടെയല്ല, നമ്മളെ ഫാമിൻ്റെ ഈ ഒരു കേരള റോഡില്ലേ ഗൈസ്, കേരള റോഡിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ആയിട്ടായിരിക്കും ഗൈസ് നമ്മളെ ഫാമിലി വീഴുന്നത് ഗൈസ്. നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അടുത്ത സ്പോട്ട് വേറെ എവിടെ അല്ല, നമ്മളെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട് ഗൈസ്. ആ ബിൽഡിങ്ങിൻ്റെ ആ ഭാഗത്താണ് വീഴുന്നത് ഗൈസ്. ആ ഭാഗത്തൊക്കെ ഞാൻ കണ്ടുപിടിച്ച് ഇങ്ങനെ ഡ്രോപ്പ് തേടി പോയി, പെട്ടെന്ന് വണ്ടി പിടിച്ച് റീലോയിങ് അടിച്ച് പിന്നെ തിരിച്ച് കയറി വന്ന സമയത്ത് അടങ്ങണം ഗൈസ് അവിടെ. അങ്ങനെയാണ് പിന്നെ ഈ സ്പോട്ട് കണ്ടുപിടിച്ചത്. പിന്നെ എപ്പോഴും ഈ സ്പോട്ടിൽ തന്നെ വീഴും ഗൈസ്. അങ്ങനെ ആ സ്പോട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. കറക്റ്റ് നമ്മളെ ഈ ഒരു ചെറിയൊരു പച്ച ബിൽഡിംഗ് ഉണ്ട് ഗൈസ്. ചെറിയ ബിൽഡിങ്ങിൻ്റെ വീടിൻ്റെ അവിടെ കറക്റ്റ് ഗൈസ് ഇവിടെ ആയിട്ടാണ് നമ്മളെ അടുത്ത സ്പോട്ടിൽ ഡ്രോപ്പ് വീണത്. അപ്പോൾ ഈ സ്പോട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി അടുത്ത സ്പോട്ടെന്ന് വെച്ചാൽ നേരെ നമ്മൾ പോയിട്ട് ഇവിടെ OCGയുടെ വാർ ബേസ് ഉണ്ട്. OCG വാർ ബേസിൻ്റെ അകത്താണ് വീഴുന്നത്. ഇവിടെയൊക്കെ ചില സമയത്തൊക്കെ ഞാൻ വന്ന സമയത്ത് OCGയിൽ വാറ് കിടക്കും. അഡ്മിനൊക്കെ തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടിടും ഗൈസ്. കറക്റ്റ് ഇവിടെയാണ് വീഴുന്നത്. ഇവിടെയൊക്കെ വരണേക്ക് നമ്മൾ പേടിച്ചായിരിക്കും പറഞ്ഞത്. ചിലപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഡ്രോപ്പ് കാണണമെങ്കിൽ ഇവിടെ പകുതി എത്താൻ തന്നെ അഡ്മിൻ തിരിച്ചങ്ങ് വലിച്ച അങ്ങ് കൊണ്ടിടും.
അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് പറ്റിയിട്ടുണ്ട്. കറക്റ്റ് ഇവിടെ ഡ്രോപ്പ് വന്ന സമയത്ത് എന്നെ കൊണ്ടിട്ടിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ ഇവിടെ മറ്റേ റെഡ് സിഗ്നൽ കാണാതെ ഞാൻ കയറാറില്ലാത്ത സമയത്തൊക്കെ അവിടെ ഡ്രോപ്പ് കിടക്കും. നമ്മൾ വേറെ എല്ലാ സ്ഥലത്തും തപ്പിയിട്ട് ലാസ്റ്റ് ഇവിടെ വന്ന് കിടക്കാണ്ട് ഇവിടെ തീർന്ന് കാണും. അപ്പോൾ ഗൈസ് ഇനി അടുത്ത സ്പോട്ടെന്ന് വെച്ചാൽ നമ്മളെ ഗാർബേജ്. നമുക്ക് ഇനി ഗാർബേജിൻ്റെ അങ്ങോട്ട് പോവാം. ഇപ്പോൾ ഏകദേശം നമ്മളെ ബസ് വരെ സ്പോട്ടെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഗാർബേജിൽ നാണ്ട ഈ ഒരു സൈഡാണ് നിങ്ങൾ വീഴുന്നത്. മാപ്പിൽ എവിടെയെന്ന് വെച്ചാൽ നാണ്ട ഈ ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ആ ഒരു നിൽക്കുന്ന ആ ഒരു സൈഡിലായിട്ടാണ് വീണത്. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഒരാൾ നിങ്ങൾ യുസ്നിയിൽ നോക്കാൻ ഏൽപ്പിക്കണം, ഒരാൾ ബസ്സുവിൽ നോക്കാൻ ഏൽപ്പിക്കണം, ഒരാൾ മൈനിൻ്റെ ആ ഒരു ഭാഗത്ത് മൊത്തം ഏൽപ്പിക്കണം. ഗൈസ് ഇനി അടുത്തതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് വരാൻ നേരത്ത് നമ്മളാ കറക്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നമ്മൾ അർസമാസിൽ പോകണ ആ പാലം കയറണ്ട, താഴോട്ട് പോകണ ഈ ഭാഗത്താണ് അടുത്ത ഡ്രോപ്പ് വീഴുന്നത്. അപ്പം ഇവിടേക്ക് നമ്മളിങ്ങനെ ഓടി നടന്ന് ടെസ്ലയിലൊക്കെ പോയി ഇങ്ങനെ ഓടി നടന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ച സ്പോട്ടാണ്. ആരും പറഞ്ഞു തന്ന സ്പോട്ടൊന്നുമില്ല. നമ്മളെ ഫാമിലി മെമ്പേഴ്സും നമ്മളെല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സ്പോട്ടുകളാണ്. ഗൈസ് ഇനി അടുത്ത സ്പോട്ടെന്ന് വെച്ചാൽ നമുക്ക് നേരെ ടെസ്ലയിൽ പോകണം. ടെസ്ല ഫ്രണ്ടിൽ കറക്റ്റ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയാണ് വീണത്. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെയൊക്കെ വീണ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വന്നപ്പം തന്നെ ഇവിടെ ഒരു ബസ്സുകാരെ കൊണ്ട് നിർത്തി. അപ്പോൾ ഇവിടെയൊക്കെ വീണ അപ്പോഴേ വന്ന് ബസ്സുകാരനെയൊക്കെ വന്ന് ലൂട്ട് ചെയ്യും. അതൊരു ഏകദേശം ഒരു സീനാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ടെസ്ല കഴിഞ്ഞ സമയത്ത് നമുക്ക് ആ സ്പോട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ എടവോ പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഞാൻ അവിടെ നിന്ന കാലത്താണ് എടവോയിൽ വീണത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അടുത്ത സ്പോട്ട് വേറെ എവിടെ ഒന്നുമില്ല, എടവോയിനെ നേരെ നമുക്ക് എലൈറ്റ് വില്ലേജിൻ്റെ മേലിൽ. അപ്പം നമുക്കിനി നേരെ എലൈറ്റ് വില്ലേജിൻ്റെ മേലിലോട്ട് പോവാം. എലൈറ്റ് വില്ലേജിൽ 2 സ്പോട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്പോട്ടെന്ന് വെച്ചാൽ നമ്മളെ ഈ സ്പോട്ടാണ്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് ഗൈസ്. സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ കറക്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെ ഡ്രോപ്പ് വീഴുന്നതാണ്. അപ്പോൾ അടുത്ത സ്പോട്ടെന്ന് വെച്ചാൽ നമ്മളെ വ്യൂ പോയിൻറ്റിൻ്റെ മണ്ടയിലാണ് അത് വീഴുന്നത്. നമ്മളെ വ്യൂ പോയിൻറ്റിൻ്റെ ഈ ഒരു വലിയ ബ്രിഡ്ജില്ല ഗൈസ്, അപ്പുറത്തൊരു ചെറിയൊരു ഇത് കാണാം ഗൈസ്. അവിടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമ്മൾ പെട്ടെന്ന് ഈ സ്പോട്ടൊന്നും അറിഞ്ഞുകൂടാത്തവർക്ക് ഇവിടെ കാണാൻ ആകാശവും ഇതിൻ്റെ കളർ ഒരേപോലെ കാണും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ അങ്ങ് പോകും. ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. പിന്നെ വന്ന് എൻ്റെ ഡി സിയിലുള്ള ഒരു മെമ്പറാണ് പിന്നെ എനിക്ക് വന്ന് ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് നമ്മളെ നെക്സ്റ്റ് സ്പോട്ട്. അപ്പോൾ നമുക്ക് എലൈറ്റ് വില്ലേജിൻ്റെ ഏകദേശം സ്പോട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വേറെ എവിടെയും വീഴില്ല. അപ്പോൾ നമുക്കിനി താഴെ പോവാം. താഴെ കുറച്ച് സ്പോട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു 4-5 സ്പോട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ താഴോട്ട് പോവാം. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മൈനിലോട്ട് കയറി എലൈറ്റ് വില്ലേജോട്ട് താഴോട്ട് ഇറങ്ങിപ്പോണ ആ ഒരു സ്ഥലത്ത് ട്രക്ക് എടുക്കുന്ന സ്ഥലമുണ്ട് ഗൈസ്. ഇവിടെ ഇവിടെ ആയിട്ട് വരും. അവിടെ കറക്റ്റ് ഫ്രണ്ടിലായി ഇവിടെ ഈ സൈഡിലായിട്ടായിരിക്കും വീണത്. ഞാൻ ബൈക്ക് കൊണ്ട് വെച്ചിരിക്കണത് ഗൈസ്. നമുക്കിനി നേരെ ഇതൊക്കെ പുതിയ സ്പോട്ടാണ്. നമുക്ക് അന്നൊരു അപ്ഡേറ്റ് വന്ന സമയത്ത് നമുക്ക് ആഡായ സ്പോട്ടുകളാണ് ഇതൊക്കെ. പിന്നെ നമ്മളിങ്ങനെ മൈൻഡിലോട്ടും ഈ എലൈറ്റ് വില്ലേജിലോട്ടൊക്കെ ഇങ്ങനെ ഓടി പോകണ സമയത്ത് ഇവിടെ ഒന്ന് കിടക്കണ കണ്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പുതിയൊരു സ്പോട്ടുണ്ട് ഗൈസ്. ഇവിടെ ഈ ഒരു ഈ പമ്പിൻ്റെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരാം. നമുക്ക് കറക്റ്റ് ഇവിടെ ആയിട്ട് വരും. ഇവിടെ ആയിട്ട് നമുക്ക് വീഴും. ഇവിടെയൊക്കെ തന്നെ നമ്മൾ മൈനിലൊക്കെ പോയി നോക്കി തിരിച്ച് കയറി വരണ സമയത്ത് നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല എന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലും നമ്മളിത് ശ്രദ്ധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ പറയാണ് കറക്റ്റ് ഇവിടെ വീഴും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ സ്പോട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ഇടണം. ഏത് സ്പോട്ടാണ് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഗൈസ് എനിക്ക് അറിഞ്ഞൂടാത്ത സ്പോട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇടണം ഗൈസ്. ഇനി അടുത്ത ഇവൻ്റൊക്കെ വരാൻ നേരത്ത് ഇങ്ങനെയായിരിക്കും ഗൈസ്, ഡ്രോപ്പായിരിക്കും. അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടാലും നമുക്ക് ഇനി ഒരു ദിവസം ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ കാണാതിരുന്നിട്ട് പോയി ചെയ്യാതിരിക്കില്ല. ഇനി അടുത്ത ഇവൻറ്റും ചിലപ്പോൾ ഡ്രോപ്പിൻ്റെ ഇരിക്കും. അപ്പോൾ എന്തായാലും പറയത്തില്ല. അപ്പോൾ എന്തായാലും ഈ ഇവൻറ്റ് കഴിഞ്ഞിട്ട് ഉടനെ അടുത്ത ഇവൻറ്റും അവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗൈസ്. ഇവിടെ അടുത്തെന്ന് വെച്ചാൽ ഈ മൈനിൽ ഇവിടെ മൈനിൽ ഈ ഒരു ഭാഗത്തായിരിക്കും വീഴണത്. അപ്പോൾ നമുക്ക് ഇവിടെ മൈൻ കഴിഞ്ഞിട്ട് ഇവിടെ താഴെ വേറൊരു സ്പോട്ടും കൂടെ ആഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൈസ് അങ്ങോട്ട് നമുക്ക് പോവാം. താഴെ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ
കറക്റ്റ് താണ്ട ഇവിടെ ആയിട്ട് വരും. ഇവിടെയൊക്കെ വീണ കിട്ടാൻ പാടാണ് എന്ന് വെച്ചാൽ എപ്പോഴും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾ പോകുന്നുണ്ട്. ബോട്ടായാലും ആരായാലും പോകുന്നുള്ളതുകൊണ്ട് കിട്ടാൻ നല്ല പാടാണ് ഗൈസ്. ആണ്ട് കറക്റ്റ് ഇവിടെ ആയിട്ട് വീഴും. അല്ലാതെ തന്നെ കറക്റ്റ് താഴോട്ട് വീഴുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ആ ഒരു വീട് ഇരിക്കുന്ന സ്ഥലത്ത് വീഴുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അവിടെ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കാണിച്ചു തരുന്നില്ല. അത് എവിടെയെങ്കിലും സ്പോട്ട് എനിക്ക് അറിഞ്ഞാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല ഗൈസ്. അത് കഴിഞ്ഞിട്ട് നേരെ ഗൈസ് ഇവിടെ അർസമാസിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ആണ്ട കറക്റ്റ് ഈ ഒരു ഭാഗത്ത് നമ്മളെ പമ്പിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഈ ഒരു ഭാഗത്താണ് നമ്മളെ വീണത്. ഇവിടെയൊക്കെ വീണ കിട്ടാൻ നല്ല പാടാണ്. എന്ന് വെച്ചാൽ നമുക്കിവിടെ എപ്പോഴും ബോട്ടുകൾ വരും, ഇറങ്ങിപ്പോവും. പിന്നെ ഇവിടെ അപ്പുറത്ത് റോഡിൻ്റെ സിഗ്നലിൻ്റെ ആയാലും എല്ലാം നല്ല തിരക്കാണ്. ഇവിടെ കിട്ടാൻ നല്ല പാടാണ്. കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യമേ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരണവരോ നോക്കിയോണ്ട് നിൽക്കണം ഗൈസ്. അത് കഴിഞ്ഞ് നേരെ നമ്മളെ ഇവിടെ നല്ല 3 വലിയ കെട്ടിടമില്ലേ ഗൈസ്, ആ 3 കെട്ടിടത്തിൻ്റെ തൊട്ടപ്പുറത്ത് ടെർമിലാണ് വീണ. ടെർമിൽ എവിടെയെന്ന് വെച്ചാൽ കറക്റ്റ് താണ്ട ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ അങ്ങോട്ട് പോകാം ഗൈസ്. ഇവിടെ നമുക്ക് ഇവിടെ കറക്റ്റ് അങ്ങോട്ട് പോകണം ഗൈസ്. താണ്ട ഈ ഒരു ഭാഗത്താണ് നമ്മളെ വീണ. കറക്റ്റ് താണ്ട ഈ ഒരു കറക്റ്റ് നടുക്ക് വീഴും. നമ്മളെ കറക്റ്റ് നടുക്ക് ഞാൻ കാണിച്ചു തരാം. ആ കറക്റ്റ് നടുക്ക് തന്നെ നമ്മളെ ഈ ഡ്രോപ്പ് വീഴും. ഇവിടെ വന്നാലും കിട്ടാൻ പാടാണ്. ആദ്യമേ വന്ന് നോക്കണം. അപ്പം അതാണ് ഞാൻ പറയുന്നത് ഗൈസ്. നിങ്ങൾ കൂടെ എല്ലാവരും ഫ്രണ്ട്സായിട്ട് തപ്പുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ എത്താം, ഗ്രാബ് ചെയ്യാം, എടുക്കാം. അപ്പം ഇവിടെയൊക്കെ വന്ന ബോട്ടുകൾ ഞാൻ തന്നെ ഇവിടെ വന്ന് നിന്നിട്ട് എടുത്തിട്ട് ബോട്ടുകളൊന്നും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഗൈസ്. അവിടെ നിൽക്കാൻ തന്നെ ഒരു ബോട്ടാണ് ഇവിടെ ഗൈസ്. ഞാനവിടെ നിന്ന സമയത്ത് അടുത്ത ഡ്രോപ്പോ എന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. നേരെ ന്യൂസിൻ്റെ എവിടെയാണ് ഡ്രോപ്പ് വീഴുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഇറങ്ങി ഞാൻ തിരിച്ച് റീലോയിങ് അടിച്ച് ഞാൻ എൻ്റെ ഈ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാനിത് അടുത്ത ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു OCG നമ്മളെ യെല്ലോ OCG ആ ഒരു ഭാഗത്ത് ഞാൻ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്താണ് വീഴുന്നത്. ഇതും ഈ ഇടയ്ക്കാണ് നമുക്ക് വീണ് തുടങ്ങിയത്. അപ്പോൾ അതുവരെ നമുക്ക് അറിഞ്ഞുകൂടിയിരുന്നു നേരത്തെ വീഴോ ഇല്ലയോ നമ്മൾ അറിഞ്ഞുകൂടിയിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വരൂലായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് നേരെ നമ്മളെ ഈ ഒരു ഫ്യൂവലില്ലാത്ത പമ്പ് ഫസ്റ്റ് സെർവറിൽ 3rd സെർവറിൽ എനിക്ക് അറിഞ്ഞൂടാ അവിടെ ഫ്യൂവൽ ഉണ്ടായില്ലെന്ന്. നമ്മളെ 2nd സെർവർ ലെവലിൽ ഫ്യൂവലില്ല. അപ്പോൾ നമ്മൾ ഫ്യൂവലില്ലാത്ത പമ്പിൻ്റെ ഈ ഒരു സൈഡ് കറക്റ്റ് ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തോട്ടാണ് വീഴുന്നത്. അപ്പം നിങ്ങൾ കണ്ടറിയാം ടൂണിങ് ഷോപ്പിൻ്റെ ഇപ്പുറത്തോട്ട് വരണ ആ സ്ഥലത്ത് നേരെ വന്നാൽ മതി. കറക്റ്റ് ആ ഒരു ഭാഗത്താണ് വീഴുന്നത്. ഇവിടെ വീണാലും കിട്ടാൻ പാടാണ്. കറക്റ്റ് ഇവിടെ ഇങ്ങനെ ബോട്ടുകൾ പോവും. അല്ലാതെ തന്നെ ഈ റോട്ടിൽ വണ്ടി എപ്പോഴും പൊക്കോണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാൻ തന്നെ അവിടെ കിടക്കണുണ്ട്, അപ്പോഴേ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അടുത്ത സ്പോട്ടെന്ന് വെച്ചാൽ നേരെ നമ്മളെ ബസ് എടുക്കണം, ബസ്സും ടാക്സി എടുക്കണം. ആ ഒരു സ്പോട്ട് ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി തന്നെ ഈ ഒരു വണ്ടി ഞാൻ എൻ്റെ നോളയിൽ നിന്ന് ഞാൻ എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നൈസ് വണ്ടിയാണ്. കഴിഞ്ഞ ഇവൻറ്റിലെ 1,40,000 ഞാൻ കിടന്ന ഒരു BMW പറഞ്ഞില്ലേ ഗൈസ്, ആ ഒരു BMW ആണ് ഇത്. അത്യാവശ്യം നൈസ് വണ്ടിയാണ്. അപ്പോൾ ഗൈസ് അടുത്ത സ്പോട്ടെന്ന് വെച്ചാൽ ഈ ഒരു സ്പോട്ട് നമ്മളെ പമ്പിൻ്റെയും നമ്മളെ ടാക്സിയുടെ ബസ്സിൻ്റെ ആ ഒരു സ്പോട്ട്. ഇവിടെ വീണാലും കിട്ടാൻ പാടാണ്. എനിക്കൊക്കെ ഇവിടെ 3 കീ വരും കിട്ടിയിട്ടില്ല. ഒന്നീ ഒരു കീ അല്ലെങ്കിൽ ലാസ്റ്റ് ഒന്നുമില്ല. 300 കോയിനായിരിക്കും. അടുത്ത ഇതെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് വീഴുന്നതാണ്. ഞാനിവിടെ ഇത് കണ്ടിട്ട് മെനിഞ്ഞാന്നാണ് ഞാൻ ഈ ഒരു സ്പോട്ട് കണ്ടത്. അതും പാതിരാത്രിക്കാണ് കണ്ടത്. എവിടെയെന്ന് വെച്ചാൽ കറക്റ്റ് ഇവിടെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ആ ഒരു കണ്ട സ്പോട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുകയാണ് ഗൈസ്. ഈ ഒരു സ്ക്രീൻഷോട്ടിൽ ഈ കറക്റ്റ് ഇവിടെയാണ് വീഴുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അടുത്ത സ്പോട്ടെന്ന് വെച്ചാൽ നമ്മളെ നേരെ ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ ഗൈസ്. ഇവിടെയൊക്കെ വീണ ഇതൊക്കെ അർസമാസിൽ വീണ മിക്കതും കിട്ടാൻ വളരെ പാടാണ്. അല്ലെങ്കിൽ ആദ്യമേ വന്ന് അർസമാസിൽ ആരെങ്കിലും ഏൽപ്പിക്കണം. എന്ന് വെച്ചാൽ കീന് നല്ല അത്യാവശ്യമുള്ളവർ അർസമാസ് ഏരിയയിൽ തപ്പണം. എപ്പോഴും അർസമാസിൽ വീഴുമെന്ന് പറയില്ല, വീണ കിട്ടാൻ പാടാണ്. ഇവിടെ എന്ന് വെച്ചാൽ എപ്പോഴും ബോട്ടുകളുണ്ട് ഫുള്ള്. ഇവിടെയൊക്കെ അർസമാസ് എനിക്ക് കിട്ടിയിട്ട് ഞാനിവിടെ ഓടി എത്തണ സമയത്ത് 1 ലെവൽ 2 ലെവലൊക്കെ ബോട്ടുകൾ എടുത്തുകൊണ്ട് പോയി തീർത്തിട്ടുണ്ട്. അടുത്ത സ്ഥലമെന്ന് വെച്ചാൽ നമ്മളെ കസീനോയുടെ അകത്ത്, നമ്മളെ ഗ്രീൻ സ്ക്രീനിൻ്റെ അകത്താണ്
വീഴുന്നത്. അവിടെ വീണാലും കിട്ടാൻ പാടാണ്. നമ്മളെ ലാസ്റ്റ് സ്പോട്ട് അതാണ്. നമുക്ക് ഇനിയും സ്പോട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. സ്പോട്ട് ഉള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള സ്പോട്ടുകൾ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഇത്ര സ്പോട്ടുകളൊക്കെ അറിയാവൂ. പക്ഷേ ഇത്ര സ്പോട്ട് കൊണ്ടാണ് ഞാൻ എൻ്റെ മാപ്പ് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്കറിയാലോ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഞാൻ അത്രയും ഡ്രോപ്പ് കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് ഡ്രോപ്പ് എടുക്കാൻ പോകണം നിങ്ങൾക്കറിയാം. അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് നമ്മൾ ഡ്രോപ്പ് എല്ലാം കണ്ടുപിടിക്കുന്നത് എടുക്കണതും. ഗൈസ് നമ്മൾ ഈ ഒരു സ്പോട്ട് കറക്റ്റ് വേണ്ട ഈ ഒരു സ്പോട്ടിലാണ് വീഴുന്നത്. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടും. നിങ്ങൾക്ക് ഈ ഇവൻ്റ് എന്തായാലും ഒന്നര ദിവസമുണ്ട് ഗൈസ്. 1.5 ദിവസം കൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാം. എന്തെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, സീരിയസ് ആയിട്ട് പറയുന്നത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് മിക്കുള്ളത് ഇവൻ്റ് താല്പര്യമില്ലാത്തവരുണ്ട്. ഇവൻ്റ് കളിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അവർ പോലും ഡ്രോപ്പ് എടുക്കാനായാലും ഇവൻ്റ് കളിക്കാൻ താല്പര്യം ഇല്ലാത്തവരും കാർ എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ട്രിക്ക് വഴി കാർ എടുത്തിട്ടുണ്ട്. അല്ലാതെ കോയിൻ 60,000 കോയിൻ കൊടുത്തും എൻ്റെ കൂടെ നടന്ന് ഞാൻ വിളിച്ച് കോയിൻ എടുത്തെടുത്ത് കാർ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് സൂക്കായിട്ട് നിങ്ങൾക്ക് അടുത്ത ഇവൻ്റ് ആയാലും എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എന്തായാലും കിടിലം കാറുകളൊക്കെ അടുത്ത ഇവൻറ്റിലും എടുക്കുക. അടുത്ത ഇവൻറ്റ് നിങ്ങൾക്ക് ഈ ഇവൻറ്റിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് അടുത്ത ഇവൻറ്റ് വരും, നമുക്ക് അതിൽ ഫുള്ള് വാരാം ഗൈസ്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.